ഹായ് കൂട്ടുകാരെ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നാൾ പെൻഡിങ്ങിലായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിന്ന് ഒരു ബനാന പിസ്ത ഫ്ലേവർ വരുന്ന ഒരു കേക്ക് നമുക്കിന്ന് ഉണ്ടാക്കാം. അപ്പം ഇത് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ചായച്ച് പിടിച്ച് പെട്ടെന്ന് ശരിയായി. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഈ വലുപ്പത്തിലുള്ള 2 ബനാന ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പിസ്ത പേസ്റ്റാണ് കേട്ടോ. ഇത് കുനാഫ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാനും എടുക്കുന്ന സംഭവമാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു 2 സ്പൂണും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ പിസ്തയുടെ ഫ്ലേവർ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്, ശകലം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം, ഒരു 1/2 സ്പൂൺ, 1/2 ടീസ്പൂണാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിൽക്കിൻ്റെ എസൻസ് ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് 1/4 കപ്പ് എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മാവ് മുഴുവൻ ഇട്ടിട്ടില്ല, ശകലം ബാലൻസ് വെച്ചിട്ടുണ്ട്. എണ്ണ മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഈ മോൾട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതല്ല സാധനം, ശരിക്കും മറ്റേ എന്താ പറയുക, നടുക്ക് കുഴിഞ്ഞിട്ടുള്ളൊരു സംഭവത്തിലാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് നമുക്കിവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാനിപ്പം ജസ്റ്റ് ഇതിലേക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഓവൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന പിസ്ത ഫ്ലേവറിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡും പിസ്തയുടെ ശകലം പേസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇങ്ങനെ ഉണ്ടെന്നറിയാലോ. കത്തി വയ്ക്കുമ്പോൾ തന്നെ നല്ല താന്ന് പോകുന്ന നല്ല സോഫ്റ്റ് കേക്കാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഉറപ്പായിട്ടും എല്ലാവരും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി സാധനമാണ്. ടേസ്റ്റി ആയിട്ടുള്ള കേക്കാട്ടോ, ആർക്കായാലും ഇഷ്ടപ്പെടും. നമുക്ക് ഉണ്ടോ, നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.